സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്തുമാകട്ടെ അത് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹൈലൈറ്റ്സ്, ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, റിലാക്സോ ഫുട്വെയർസ് നെറ്റ് പ്രോഫിറ്റിൽ 4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ന്യൂസാണ് ആദ്യം തന്നെ നമ്മൾ വായിച്ചിരിക്കുന്നത്. ഗോൾഡ്, യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതേപോലെ US ഇന്ന് ഫെഡ് റിപ്പോർട്ടിൻ്റെ എന്തോ ഒരു ഹിൻറ്റ് കിട്ടും എന്നൊക്കെയുള്ള ഇതിൽ ഗോൾഡിൻ്റെ പ്രൈസ് മാറ്റമില്ലാതെ തുടരുകയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും US ഡാറ്റക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ SBI അവരുടെ പ്രോഫിറ്റ് 24% വർദ്ധിച്ചതായിട്ടാണ്. Q4 24% പ്രോഫിറ്റിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 16 വർഷത്തെ ഹൈ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5.25% അവർ റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ L&T മിഡിൽ ഈസ്റ്റിൽ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ജൂപ്പിറ്റർ വാഗൺസ് 10% വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അവരുടെ പ്രോഫിറ്റിൽ Q4 2.5 ടൈംസ് ആണ്. എനിക്ക് തോന്നുന്നു 46 കോടിയുള്ള 105 കോടിയിലേക്കാണ് അവരുടെ പ്രോഫിറ്റ് കയറിപ്പോയിരിക്കുന്നത്. 10% ഇന്ന് സ്റ്റോക്ക് പ്രൈസ് വർദ്ധിച്ചിരിക്കുന്നത്. ബജാജ് കൺസ്യൂമറിൻ്റെ സ്റ്റോക്ക് ഇന്ന് 7% ഫോൾ ആയിരിക്കുന്നത്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ 12% കുറവ് രേഖപ്പെടുത്തിയതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ദെൻ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് രണ്ടും ഇതിന് പ്രത്യേക ഒരു കാരണം കൊണ്ടുണ്ട്. ഈ രണ്ട് ഫിനാൻസ് കമ്പനി NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. RBIയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് ലോൺ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഇതൊക്കെ 20,000 രൂപയിൽ കുറവായിരിക്കണം എന്നൊരു നിർദ്ദേശം വന്നതോടുകൂടി മുത്തൂറ്റ് ഫിനാൻസിൻ്റെയും മണപ്പുറം ഫിനാൻസിൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവരുടെ ബിസിനസ്സിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കാരണം 20,000 രൂപ മാത്രമേ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഈ നിർദ്ദേശത്തിൻ്റെ പിന്നിൽ. ടാറ്റ പവറിൻ്റെ സ്റ്റോക്ക് ഇന്ന് 4% ഫോൾ ആയിരിക്കുന്നത്. കാരണം 58% ഡ്രോപ്പാണ് വന്നിരിക്കുക. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 58% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ 3% വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Q4 റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്ക് ഇന്ന് 4% ഇടിഞ്ഞു. Q4 റിസൾട്ട് പ്രതീക്ഷിച്ച നിലയിൽ എത്തിയില്ല എന്നതാണ് കാരണം. പിറമൽ എൻ്റർപ്രൈസസ് ഇന്ന് 9% കൂപ്പുകുത്തി എന്നാണ് വാർത്തകൾ പറയുന്നത്. കാരണം ലോസ് 2,378 കോടി രൂപയുടെ ലോസാണ് Q4 രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്കോട്ട്സ് കുബോട്ട അതിന് നെറ്റ് പ്രോഫിറ്റ് 16.37% വർദ്ധിച്ചിട്ടുണ്ട്. HPCL Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ 25% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ PNB Q4 റിസൾട്ട് പറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 160% വർദ്ധിച്ചിരിക്കുന്നത്. ദെൻ SBI ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതായത് 24% അവരുടെ SBIയുടെ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് 10 വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് വന്നിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ പെയിൻസിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 1.34% മാത്രമാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജാജ് കൺസ്യൂമർ കെയർ ഷെയർ ഇന്ന് 8% വീണിരിക്കുകയാണ്. Q4 റിസൾട്ട് മോശമായത് തന്നെയാണ് ഇതിൻ്റെ കാരണം. സുല വൈൻയാർഡ്സ് സ്റ്റോക്ക് ഇന്ന് 7% ഇടിഞ്ഞു. കാരണം Q4 റിസൾട്ടിൽ മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാങ്ക് ഓഫ് ബറോഡ ഇന്ന് 3% വർധനവ് രേഖപ്പെടുത്തി. അതിന് പ്രധാന കാരണം RBI അവർക്ക് അവരുടെ ഒരു ബോബ് ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി കസ്റ്റമേഴ്സിനെ പുതുതായി ജോയിൻ ചെയ്യാൻ RBI അനുവാദം കൊടുത്തിട്ടുണ്ട് ഇന്ന് മുതൽ. അതോടുകൂടി ബാങ്ക് ഓഫ് ബറോഡയുടെ സ്റ്റോക്ക് പ്രൈസ് 3% വർദ്ധിക്കുകയാണ് ചെയ്തത്. റിലാക്സോ ഫുട്വെയർ ഞാനിത് വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഡോ ജോൺസ് 172 പോയിന്റ് ഗ്രീനിലാണ്. അതേപോലെ
S&P 500 ജസ്റ്റ് ബ്രേക്ക് ഈവനായി നിൽക്കുന്നു. നെസ്ഡാക്ക് 29 പോയിന്റ് റേറ്റിലാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്ന് അവധിയാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് 22 പോയിന്റിൽ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് 22,111 നിക്കി 128 പോയിന്റ് റേറ്റിലാണ്. ഹാങ്സങ് 223 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 77 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ 376 പോയിന്റിന് അഥവാ 1.69% അപ് ഡൗൺ മൂവ്മെന്റ് ആണ് തന്നത്. ഇന്ന് ഓപ്പണായി 22,225 നിന്ന് 267 പോയിന്റ് നഷ്ടത്തിൽ 21,958 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 7 മാത്രം ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ച് 43 ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ്, എം&എം, SBI ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്ന് ലാഭത്തിൽ അവസാനിച്ചത്. LT, BPCL, ഏഷ്യൻ പെയിന്റ്സ്, കോൾ ഇന്ത്യ ഇതൊക്കെയാണ് കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയ കമ്പനികൾ നിഫ്റ്റി 50യിൽ. നിഫ്റ്റി 50 കഴിഞ്ഞ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 518 പോയിന്റിന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 610 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഇന്ന് വരേക്കും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 6.56% വർദ്ധിച്ചിട്ട് 18.2 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിക്സ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഹെവി ഫോളിന് ഇത് കാരണമാകും. നിങ്ങൾക്കൊരു 7 ദിവസം മുൻപുള്ള ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതേ ചാനലിലുള്ള വീഡിയോ നോക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, വിക്സ് 10 താഴെ വന്നു കഴിഞ്ഞാൽ ഹെവി ഫോളിന് സാധ്യതയുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഫോളിന് സിഗ്നൽ തന്നെങ്കിലും പിന്നീട് ചെറുതായി മുകളിലോട്ട് വന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കണം. ഒരു 30ന്റെ മുകളിലേക്കൊക്കെ വിക്സ് കയറി പോകുന്ന ഒരു അവസ്ഥയിലേക്കും വന്നേക്കാം. ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓവർനൈറ്റ് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അത് കെയർഫുള്ളായിരിക്കണം. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സംഭവമൊന്നും തന്നെ പറയാനില്ല. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,976 ഓപ്പൺ ആയിട്ട് 488 പോയിന്റ് നഷ്ടത്തിൽ 47,488 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,376 ഓപ്പൺ ആയിട്ട് 282 പോയിന്റ് നഷ്ടത്തിൽ 21,094 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,499 ഓപ്പൺ ആയിട്ട് 1095 പോയിന്റ് നഷ്ടത്തിൽ 72,404 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,942 ഓപ്പൺ ആയിട്ട് 188 പോയിന്റ് നഷ്ടത്തിൽ 10,754 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $79.63 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. $2,315.81 ഗോൾഡിന്റെ ഇപ്പോഴത്തെ റേറ്റ്. USD INR റേറ്റ് മാറ്റമില്ലാതെ 3-ാം ദിവസവും തുടരുകയാണ്. 83 രൂപ 51 പൈസയാണ് ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുള്ള. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 0.78% പ്രോഫിറ്റാണ് രേഖപ്പെടുത്തി. അതേസമയത്ത് നിഫ്റ്റി മെറ്റൽ 2.8% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ETF നോക്കുകയാണെങ്കിൽ ഓട്ടോബീസ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള. ബാക്കി എല്ലാ ETF ഇന്ന് റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ TVS മോട്ടോഴ്സ് ഇന്ന് 3.25% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ LT 5.65% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ്, M&M, ബന്ധൻ ബാങ്ക്, SBI, ബജാജ് ഓട്ടോ, AU ബാങ്ക്, ഭാരത് ഫോർജ്, ഇൻഫി, HCL ടെക്, ഫെഡറൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ LT, PFC, BPCL, ഏഷ്യൻ പെയിന്റ്, കോൾ ഇന്ത്യ, ഹിന്ദ് പെട്രോ, ONGC, മുത്തൂറ്റ് ഫിനാൻസ്, REC ലിമിറ്റഡ്, ICIC, GI, JSW സ്റ്റീൽ, ഡിവിസ് ലാബ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 319 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. 1916 സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 0.58 ക്ലിയർലി ബെയറിഷ് മോഡിലേക്കാണ് പോയിരിക്കുന്നത്. 21,958 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് കേവലം 115 പോയിന്റ് മുകളിലായിട്ട് 22,072 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 22,500 71 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,000 70 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടയ്ക്ക് നിൽക്കുകയാണ് പുട്ടും കോളും. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങോട്ടാണ് മാർക്കറ്റ്. ഓവറോൾ PCR 0.58 ആണ്. അതിൽ കോളാണ് കൂടുതൽ റൈറ്റിംഗ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴോട്ട് തന്നെ പോകണം. ഇത് ഒരു വീക്ക്ലി പെർഫോമൻസ് ആണ്. ഞാൻ ഈ താഴെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റൈറ്റിംഗും പുട്ട് റൈറ്റിംഗും
പറയുന്നത് വീക്കിലി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 0.63 ആണ്, ക്ലിയർലി ബെയറിഷ് ആണ്. 47,488 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 180 പോയിന്റ് മുകളിലായിട്ട് 47,668 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് ആണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് 48,000 29 ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതേസമയത്ത് 47,500 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. അവിടെ കേവലം 14 ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇനി നാളെ വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ, റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ABB ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, സിപ്ല, ബാങ്ക് ഓഫ് ഇന്ത്യ, ആർത്തി ഇൻഡസ്ട്രീസ്, ദിലീപ് ബിൽഡ്കോൺ, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രി, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, AMI ഓർഗാനിക്സ്. ഇത്രയും കമ്പനികൾ മാത്രമാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ എത്രയോ കമ്പനി, 100-ലധികം കമ്പനികൾ നാളെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗ്ലോബൽ ഈവൻറ്റ്സ് നാളെ വരാനുള്ളത് USA മന്ത്ലി ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, USA ബേക്കർ ഹ്യൂസ് ഓയിൽ റിഗ് കൗണ്ട്, USA മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്, ദെൻ കാനഡ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ബ്രസീൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ഇന്ത്യ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഈവൻറ്റുകൾ ഒരുപാട് വരാനുണ്ട്. എനിക്ക് കിട്ടിയ ഈവൻറ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 23 ട്രേഡിൽ നിന്നും 1:2.24 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 2.46% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 14,733 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നിഫ്റ്റിയിൽ 5.6% കിട്ടിയിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ 1.9% ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 2.7% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.2% വന്നിട്ടുണ്ട്. സെൻസെക്സ് 4.8% വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിലാണെങ്കിൽ 2.5% ലോസ് ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി പേര് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, 5-6 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ മുകളിൽ പറയുന്ന ഫിഗറും താഴത്തെ പറയുന്ന ഫിഗറും പെർസെൻറ്റേജും തമ്മിൽ മിസ്മാച്ച് ആണല്ലോ എന്നുള്ളത്. മുകളിൽ പറയുന്ന പെർസെൻറ്റേജ് 6 lakh ക്യാപിറ്റൽ, മൊത്തം ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് ആണ് മുകളിൽ പറയുന്നത്. ഈ താഴെ പറയുന്ന ഓരോ ഇൻഡെക്സുകളും 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർസെൻറ്റേജാണ് താഴെ പറയുന്നത്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ഇന്ന് വരെയായിട്ട് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 18.76% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 143 ട്രേഡുകളാണ് ഇതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ദെൻ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഓവറോൾ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് എൻട്രി കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഇവിടെ ഒരു സ്പൈക്ക് മാത്രമാണ് മുകളിലോട്ട് വന്നിട്ടുള്ളത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ ക്യാൻഡിൽ കാണുന്നുണ്ട്. അത് മുകളിൽ പോയി താഴെ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് എൻട്രി കിട്ടിയത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഫുൾ താഴെ വരെയും ആ സപ്പോർട്ട് 3 വരെയും കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ക്ലിയർലി ബെയറിഷ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ S1 മന്ത്ലി പിവറ്റിൽ S1 നിൽക്കുകയാണ്. മന്ത്ലി ലോ ഈ മാസം പ്രതീക്ഷിച്ച ലോ പോലും കട്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നോക്കാം. സെൻസെക്സിലും അതേപോലെ തന്നെയാണ്. അതേപോലെ മിഡ് ക്യാപ്പും ക്ലിയർലി ബോട്ടം CPRൽ എത്തിയിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ ക്ലിയർലി ബെയറിഷാണ്. ഒരുപാടൊന്നും പ്രസംഗിച്ച് നിങ്ങളുടെ സമയം ഞാൻ ഇതിനായിട്ട് കളയുന്നില്ല. കാരണം ഇതിനകത്ത് കൂടുതൽ ഘോരഘോരം പ്രസംഗിക്കാൻ മാത്രം സംഭവങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ക്ലിയർലി ഒരു ബെയറിഷ് മാർക്കറ്റ്, അതിൻ്റെ കൂടെ പോവുക, കാശുണ്ടാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. ഇന്നലത്തെ വീഡിയോ, അതായത് 8-ാം തീയതിയത്തെ വീഡിയോ മൊത്തം കണ്ടിരിക്കുന്ന 1438 പേരാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 10,400 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ നിസാർ VM പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു വെരി മച്ച്. അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മെസ്സേജ്. മുരാരി പറഞ്ഞു നീണ്ട കാത്തിരിപ്പിന് ശേഷം വളരെ ജെന്യൂനായ ഒരു ടീമിനെ കണ്ടെത്തിയതിൻ്റെ സന്തോഷം. കഴിഞ്ഞ 10 വർഷമായി ട്രേഡ് ചെയ്ത് തോറ്റുപോയ ഒരാളാണ്. 99% പേരും കള്ള നാണയങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വെരി മച്ച്. എന്തായാലും വളരെ നല്ല ഒരു കമൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവാർഡ് കിട്ടിയൊരു സുഖമുണ്ട് എന്തായാലും. ദെൻ അബൂബക്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് താമരശ്ശേരി ചുരം പോലെയായിരുന്നു. തീർച്ചയായിട്ടും അത് കയറി ഇറങ്ങി വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന മൊത്തത്തിൽ ഒരു ഇതായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് വയറിളക്കം എന്ന് പറഞ്ഞിരിക്കുന്ന ബ്ലോഗ്സ്. ദെൻ ഹബീബ്
എന്നും എടുത്ത ഒരു ട്രേഡ് എന്തുകൊണ്ട് എടുത്തു, എവിടെ ബുക്ക് ചെയ്തു എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതിൽ ഒരുപാട് ആദ്യകാലത്ത് ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നീട് അതിലൊരുപാട് ഡിഫിക്കൽറ്റി, കാരണം ഞാൻ മാർക്കറ്റ് അവേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഡേ ടൈമിൽ ഏകദേശം ഒരു 40-45 ട്രേഡുകൾ എന്തായാലും പല ഇൻഡെക്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി ഓർത്തിരുന്നിട്ട് പറയുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. പിന്നെ ഞങ്ങളതൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവില്ല. ചെറിയ സിമ്പിൾ ലോജിക്കുകൾ ഉപയോഗിച്ചിട്ട് പോകുന്ന ട്രേഡുകളാണ്. സോ അതുകൊണ്ടാണ് പിന്നെ ഈ ട്രേഡുകളൊക്കെ കഴിഞ്ഞത് ഒരുപാട് വിശദീകരിച്ച് നിങ്ങളുടെ വെറുതെ മെനക്കെടുത്തിട്ട എന്ന് കരുതിയിട്ടാണ്. ദെൻ അംസു നാലകത്ത്, ഗുഡ് ഈവനിങ്, താങ്ക് യു വെരി മച്ച്. ദെൻ മനു പാലക്കാട്, ഇന്ന് വളരെ സ്പീഡായിരുന്നല്ലോ റിപ്പോർട്ട്, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? റിയലി സോറി, ഇന്നലെ ഞാൻ ഇത് വായിക്കുമ്പോൾ ഇവിടെ നല്ല ഇടിയും എന്നിലും മഴയൊക്കെ പെയ്യാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരുന്നു. ഞാൻ വളരെ വേഗത്തിൽ അത് വായിച്ച് തീർത്ത് ഞാൻ ഇവിടെ എന്താ പറയുക കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേനും മഴയുടെ ആൾക്കാരൊക്കെ അതിൻ്റെ പാട്ടിന് പോയി ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ ചൂടിലേക്ക് തന്നെ ഞാൻ ഇറങ്ങിച്ചെന്നു. എന്തായാലും ഇവിടെ വത്തിക്കാൻ വേൾഡ് ഇൻട്രാഡേ സ്റ്റോക്ക് കൂടി പറയാമോ? ഇൻട്രാഡേ സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴാണെന്ന് പറഞ്ഞാൽ രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാനൊരു സ്റ്റോക്കിനെ കുറിച്ചും പറയാറുണ്ട്. ആ സ്റ്റോക്കുകൾ തന്നെയാണെന്ന് മേജർ മൂവ്മെൻറ്റ്സ് കിട്ടാനുള്ള കാരണം, റിസൾട്ട് വരാനുള്ള സ്റ്റോക്കുകൾ, റിസൾട്ട് ഇന്നലെ വന്ന സ്റ്റോക്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കേണ്ടത് സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർ. സോ ആ സ്റ്റോക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ദെൻ ഇവിടെ മുനീർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ TVS മോട്ടോർ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, ഹോൾഡ് ചെയ്യാമോ? TVS മോട്ടോഴ്സ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ദെൻ സുമാ സന്തോഷ്, ഇന്ന് ലോസിൽ കലാശിച്ചു, കുഴപ്പമില്ല, ഇനിയും ദിവസങ്ങളിൽ ഇന്ന് എങ്ങനെയായിരുന്നു എന്ന് പറയുക. അതേപോലെ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് 763 പേരാണ്. എന്തായാലും ഇവിടെ ഇതാരാണ്? മനു ജോർജ്. നവീൻ ഫ്ലോറേൻ്റെ പ്രോഫിറ്റിൽ വൻ ഇടിവുണ്ടായതുകൊണ്ട് സ്റ്റോക്ക് ഇന്നലെ ഫോളോ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ റാലി ചെയ്തു. ചൂടുകാലം ആയതുകൊണ്ട് AC കമ്പനികളെല്ലാം ലാഭമുണ്ടാക്കുമെന്ന് മിക്ക അനലിസ്റ്റുകളും പറഞ്ഞത്. പക്ഷേ മെയിൻ കമ്പനിയായ വോൾട്ടാസ് നഷ്ടം റെക്കോർഡ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജി. തീർച്ചയായും നല്ലൊരു സ്ട്രാറ്റജിയാണ്. അതായത് ട്രേഡ് എടുക്കാതെ നോക്കിയിരിക്കുക എന്നുള്ളത്. പരീക്ഷിച്ചതുകൊണ്ട് കാശ് പോയില്ല, നല്ലൊരു കാര്യമാണ്. ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, തെക്കോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോഴത്തേനും അത് വടക്കോട്ട് പോയിട്ട് അവിടെ സംഭവങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു വരുന്നുണ്ടാവും. ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ബ്ലോഗ്സ് എനിക്ക് ഈ FIA ദേഷ്യം, കയ്യിൽ കിട്ടും എൻ്റെ. അത് ശരി, FIA സെൽ ഓഫ് ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കോമഡിയായി. ജോർജ്, ക്യാൻ വി average alkaline amine if it falls further? Currently around 45% loss. ഈ 45% ലോസ് വരുമ്പോൾ എങ്ങനെ, അതിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ പിന്നെ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ആരും ഇത് ചിന്തിക്കാറില്ല. പക്ഷേ അതിലെന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത് എന്ന് കണ്ടെത്തണം. ചിലപ്പോൾ ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ ഈ കമ്പനിയിൽ അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എവിടെ ആയിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ലീഗൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ചേരുന്നുണ്ടോ? ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെത് ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇതേപോലെ സ്റ്റോക്ക് ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മളും പെട്ടെന്ന് അത് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സ്റ്റോക്കിൽ ഇങ്ങനെ 45% ഒക്കെ ഇടിവ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അതിനെ നിരീക്ഷിക്കുക, എന്താണ് അതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണോ ആവറേജ് ചെയ്യണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഒരിക്കലും 45% വരെ ലോസ് കൊണ്ടുപോകരുത്. 50% എത്തിക്കഴിഞ്ഞ് നിങ്ങളിപ്പോൾ 100% ആവറേജ് ചെയ്താൽ പോലും അവിടെ 25% ലോസ് കാണിക്കും. എമൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ ലോസ് 25% കാണിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ നോക്കിയാലും ആവറേജ് ചെയ്ത് 0 എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്റ്റോക്ക് തിരിച്ച് കയറി വരും എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ ആവറേജ് ചെയ്തേക്കണം, പിന്നെ കാത്തു നിൽക്കരുത്. നമുക്ക് ഏതെങ്കിലും ഒരു പിവട്ട് പോയിന്റ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ലെവൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ മാർക്കറ്റിലെ മൂവിങ് ആവറേജിൻ്റെ ക്രോസ് ഓവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇത് തിരിച്ച് കയറുമെന്നുള്ളത്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമ്മുടെ കോസ്റ്റ് നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 50% ലോസ് കാണിക്കുമ്പോൾ നമ്മളൊരു 200% അല്ലെങ്കിൽ 400% ഒക്കെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ 10 to 15% അതിൻ്റെ ലോസ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ച് കയറുമ്പോൾ 15% കയറി നമ്മൾ ബ്രേക്ക് ഈവൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് ചെയ്ത മുഴുവൻ ക്വാണ്ടിറ്റിയും സെൽ ഓഫ് ചെയ്തിട്ട് നമ്മളെ കോസ്റ്റ് സേഫ് ആക്കി വെക്കണം. കാരണം അവിടെ നിന്ന് ഫർദർ ഫോൾ വന്നാൽ ഹ്യൂജ് ലോസ് ആയിരിക്കും നമുക്ക് വരിക. അതുകൊണ്ട് തന്നെ
എപ്പോഴാണോ കോസ്റ്റ് കവർ ആവുന്നത് അപ്പം നമ്മൾ ഇനീഷ്യൽ ലെവലിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റി മാത്രമേ ആ സമയത്തേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ സെല്ല് ചെയ്തിട്ട് നമ്മുടെ ആവറേജ് ചെയ്ത കാശ് സേഫ് ആക്കി വെച്ചേക്കണം. ഓൾ റൈറ്റ്. Then Mohammad Sabit, only investing money in stock market. Okay, very good brother. ഈ വിക്സ് എങ്ങനെയാണ് നോക്കുന്നത്? വിക്സ് നോക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ സെറോദയിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇവിടെ ഈ വാച്ച് ലിസ്റ്റിൽ വന്നിട്ട് നേരെ ഇന്ത്യ വിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇന്ത്യ വിക്സ്. അപ്പോൾ ഇവിടെ ഇത് വന്നത് കാണാൻ വേണ്ടി ഇൻഡൈസസ് അവിടെ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നു. ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഒരു ചാർട്ട് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് ബട്ടൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അതിൻ്റെ എന്താണ് പറയുക, ചാർട്ട് ഓപ്പണായി വരും. അത് 1 ഡേയിലുള്ളത് നോക്കുക. ദെൻ ഇന്ത്യ വിക്സ് നമ്മൾ ആ ന്യൂസ് പറഞ്ഞത് ഇതാ, ഈ ഒരു ഹ്യൂജ് ഫോൾ വന്നു 10% വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ ഹെവി ഫോൾ വരും, ശ്രദ്ധിക്കണം. വിക്സ് 10 താഴെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വിക്സ് കയറി വരുന്നുണ്ടോ? വിക്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു ഫിയർ ഇൻഡെക്സ് എന്ന് ഇതിനെ പറയാറുണ്ട്. സോ ഇത് കണ്ടില്ലേ, ഇത് ഉക്രൈൻ വാറിൻ്റെ സമയത്താണ് ഇത് 31. ഇത് ഉക്രൈൻ വാറിൻ്റെ സമയത്ത് വന്നതാണ്. അതേ സ്പീഡിലാണ് ഇപ്പോൾ കയറി പോകുന്നത്. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നവർ ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ദെൻ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നൗഷാദ് പുതുപ്പറമ്പൻ 22,000 PE എത്താൻ മണിക്കൂറുകൾ മാത്രം. തീർച്ചയായിട്ടും വെരി ഗുഡ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തതിന് നിങ്ങൾ എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഇനി അതല്ല, വളരെ പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് വിട്ടാൽ അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.